ഗൂഡല്ലൂരിൽ നിന്ന് ഇവിടെ വന്നു. മസനഗുഡി ചെന്ന് ഇവിടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഗ്രൂപ്പ് ട്രാവൽസിൻ്റെ കൂടെ പോവുകയാണ്. സ്ഥലം ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ജേർണി ഇവിടെ സ്റ്റാർട്ടാവാണ്. ഊബർ എടുത്ത് ആണ് ഞങ്ങൾ പോണത്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളെ പിക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറി ആലുവന്നാണ് ഞങ്ങൾ കയറിയത് ബസ്സിനകത്ത്. ഫസ്റ്റ് ടൈം ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ ഫുള്ള്. അപ്പം അത് കാരണം പിന്നെ ഞങ്ങൾ ഒരു 1 ഡേ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ 1 ഡേ നമ്മളെല്ലാവരും സംസാരിച്ചു. പിന്നെ ഒരു ഫാമിലി പോലെയായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും കുട്ടികളൊക്കെ കൂടെ കമ്പനിയായി. അങ്ങനെ നൈസായിരുന്നു. ആലുവെന്ന് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെട്രോൾ പമ്പ് നിർത്തി. അതിൻ്റെ കൂടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി ടോയ്ലറ്റിലൊക്കെ പോയി വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും രാത്രിത്തേക്കുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോവും. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഓൾറെഡി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ പുറത്തുനിന്ന് എന്താ പറയുക, ക്രിസ്മസിൻ്റെ അന്നാണ് ക്രിസ്മസിൻ്റെ നൈറ്റാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യണത്. നേരെ മസനഗുഡി, അവിടെയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മൈസൂർ, പിന്നെ ഒരു പ്ലേസും കൂടിയുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി പോകുമ്പോൾ വഴിയിലുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞങ്ങൾ ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാനാണ്. 2 hours 4 o'clock എത്തി. ഇനി 6 o'clock പോസ്റ്റ് ഓപ്പൺ ആക്കുള്ളൂ. മുതുമല ഫോറസ്റ്റിലേക്ക് കിടക്കാണ്. എല്ലാവരും എഴുന്നേറ്റിരിക്കട്ടാ. 2 സൈഡിൽ നോക്കിയാൽ മൃഗങ്ങൾ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡില് ഞങ്ങൾ പോണ വഴിയിൽ കുറേ മൃഗങ്ങളെ കണ്ടു. അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഓൾറെഡി ഇങ്ങനെ അനൗൺസ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അനൂപ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ഞങ്ങൾ ആ ഗൈഡായിട്ട് ഞങ്ങൾ ഫുൾ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളി ഇങ്ങനെ ഓരോ സംഭവം കാണുമ്പോൾ ഓൾറെഡി പറയും ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡാണ് ഈ ആനിമൽസ് ഉള്ളത്. അപ്പം ഞങ്ങൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. ഇറ്റ് വാസ് വെരി ഫൺ. കുറേ ആനിമൽസിനെ ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ ലൈവായിട്ട് ഇങ്ങനെ പോണ വഴിക്ക് കാണാൻ പറ്റി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്, അങ്ങനെ ഒരു ലൈവായിട്ട് ഇങ്ങനെ കാണുന്നത്. സാധാരണ സൂയിൽ നിന്നും ഇതൊക്കെയാണ് കാണാറുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രെക്കിങ്ങിന് പോകുന്ന പറയുന്നത് 1.5 hours ഒരു ജീപ്പ് ട്രെക്കിങ്. അങ്ങനെ ഞങ്ങളിവിടെ മസനഗുഡി എത്തി. അപ്പോൾ അവിടെ നിന്ന് ജീപ്പ് ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ ലൈവായിട്ടാണ് ഒരു ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാവണ കാരണം അവർ ലൈവായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നൈസായിരുന്നു. നമ്മൾ ഹോംലി ഫുഡ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ഓർത്തിൽ ഇത്രയും തണുപ്പോടെ ഉണ്ടാവുന്നു. ഇവിടെ നിന്ന് 35 കിലോമീറ്ററാണ് ഊട്ടിയിലേക്കെന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു
പ്ലേസ് ആയിരുന്നു ഈ മസനഗുഡി. ഞാൻ ഫസ്റ്റ് ടൈമാണ് മസനഗുഡി പോണത്. ആ വഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ മസനഗുഡി ഇങ്ങനെ ട്രെക്കിങ്ങിനും കാര്യത്തിനൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഓഫ് റോഡ്. മസനഗുഡിയിലെത്തി. ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ആ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കൊണ്ട് നിർത്തി. നല്ല പൊളി സ്ഥലം മസനഗുഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി. പിന്നെ ഇനി നേരെ മൈസൂരിലേക്കാണ് പോണത്. ഇത് നിയർ ഊട്ടിയാണ് ഈ സ്ഥലം മസനഗുഡി. നിങ്ങൾ ആരെങ്കിലും മൈസൂർ പോകണമെങ്കിൽ ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് ടച്ച് ചെയ്ത് ഒരു ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, പക്ഷേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല പൊളി സ്ഥലം, നല്ല കിടിലൻ ക്ലൈമറ്റ്, നല്ല തണുപ്പ്, കാറ്റ്, മൊത്തത്തിൽ പൊളി വൈബ്. അപ്പോൾ ഇനി നേരെ മൈസൂരിലേക്കാണ്. മൈസൂരിൽ പോയി ഹോട്ടലിൽ പോയി ഫ്രഷായി റെഡിയായി പിന്നെ മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ദാറ്റ്സ് ദ പ്ലാൻ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൗണ്ട് ഉമ്മിക്ക് ഇവിടെ നിന്ന് പോകണ്ടെന്നാണ് പറയണത്. നല്ല സ്ഥലം. നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരണമെങ്കിൽ ഒന്ന് മസനഗുഡിയിൽ ജസ്റ്റ് ഒരു ട്രക്കിങ്ങിൻ്റെ കയറാം, ഇവിടെ വരാം. പ്ലേസ് നമ്മൾ വന്നപ്പോ എന്തിനെ കണ്ട് കാട്ടിക്കൂടി വന്നപ്പോ മാന് കണ്ട്, വൈൽഡ് ബഫലോ, കുറേ മൃഗത്തിനെ കണ്ട്, പിന്നെ ബെയർ, അങ്ങനെ കുറേ ഐറ്റംസിനെ കണ്ട് നല്ലൊരു പൊളി യാത്രയായിരുന്നു. കൂടല്ലൂര് എന്ന് പറഞ്ഞ വഴിയുള്ള കാര്യമാണ് ഈ പറയണത് കേട്ടോ. ഇത് ക്ലിയർ ഇല്ല, വിസിബിൾ അല്ല, ബിക്കോസ് ഫുൾ കോഡ് ഇറങ്ങിയേക്കണ കാരണം തീരെ വിസിബിൾ അല്ല. വിസിബിൾ ആയിരുന്നെങ്കിൽ നൈസായിരിക്കും. ഇത് എത്രത്തോളം കുറച്ച് കാണുന്നുള്ളൂ. വിളിക്കലുണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ നിൽക്കണത്. അപ്പം ഇനി നേരെ ഞങ്ങളെ ബസ്സുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ ബസ്സിലാണ് വന്നത്. നല്ല രാത്രിയാണ് ഞങ്ങൾ കയറിയത്. ഒരു 8 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ 4 മണിയായപ്പോൾ ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂരിൽ നിന്ന് 6 o'clock അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി. ഗൂഡല്ലൂരിൽ നിന്ന് ഇവിടെ വന്നു. എന്നിട്ട് മസനഗുഡി ചെന്ന് ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് പോയി ഇവിടെ എത്തി. ഇത്രയും പേരെയാണ് ഈ ജീപ്പിലാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് വന്നത്. നല്ല അടിപൊളി ജീപ്പല്ലേ, യെല്ലോ കളർ. ഇതിൽ ഞങ്ങൾ ഇനി തിരിച്ചു പോവും. ഓഫ് റോഡ് ഒരു പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
ട്രക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ നമ്മളൊരു ബാംബൂ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പോണ വഴിക്ക് കുറേ ഇങ്ങനെ ആനിമൽസിനെയും ബേർഡ്സിനെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അത്ര ഭാഗ്യം ഉണ്ടായില്ലെന്ന് തോന്നുന്നു. മയിലിനെയും പിന്നെ കുറച്ച് മങ്കീസിനെയും കണ്ട്, വേറെ ഒന്നിനും ഞങ്ങൾ കണ്ടില്ല. പോണ വഴിക്ക് എലിഫൻറ്റിനെ വരെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അങ്ങനെ കുറേ ആ സംഭവം ഒന്നും കണ്ടില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആ ഫോറസ്റ്റിനകത്ത് കൂടെ ഉള്ളൊരു ട്രാവല്. ഞങ്ങൾ പോണ വഴിക്ക് കുറച്ചും കൂടെ ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ വ്ളോഗ് എടുക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളെയും കൂടി എടുക്കുമോ വ്ളോഗിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാനാണ് പാട്ട് വെച്ചിട്ട്. പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം. അപ്പോൾ അവർ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഇവരുടെ ഡാൻസൊക്കെ കണ്ട് ഫിനിഷായ ടൈമിൽ തന്നെ നമ്മളെ സ്ഥലവും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ പറയത്തക്ക ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു നോർമൽ സാധാ റൂമാണ്. ജസ്റ്റ് ഫോർ 2 days. ഇത് മൈസൂരിലാണ്. കുഴപ്പമില്ലാത്തൊരു അക്കോമഡേഷൻ ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. ടേക്ക് കെയർ. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.